अस्सलामुअलैकुम रहमतुल्लाहि तआला वबरकातुहू। अल्हम्दुलिल्लाह रब्बिल आलमीन अस्सलातु वस्सलामु अला अशറഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകളെല്ലാം പരിശുദ്ധമായ ശഅബാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും വ്യഥകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ബദർ തീരത്തിലൂടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെ നാം സഞ്ചരിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ സാന്നിധ്യം നമ്മുടെ വഫാത്തിൻ്റെ സമയത്ത്, നമ്മുടെ മരണസമയത്ത് മുത്തുനബിയുടെ ആത്മീയ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ പറ്റിയാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നാം ഇത് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരം നമ്മുടെ മയ്യത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മുത്തുനബിയുടെ ആത്മീയ സാന്നിധ്യം ഉണ്ടാകുമെന്നും മഹാരഥന്മാർ അനുഭവത്തിലൂടെ പറഞ്ഞ അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ പറ്റിയാണ്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ്. നാളെ പകൽ പരിശുദ്ധമായ ശഅബാനിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച പകലാണ്. വെള്ളിയാഴ്ച രാവിനെയും പകലിനെയും പറ്റി നമുക്കറിയാം. വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ രാജാവും നേതാവാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച പകലിന് മഹത്വമുള്ളത് പോലെ തന്നെയാണ് വെള്ളിയാഴ്ച രാവിനും മഹത്വമുള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ വഹുവ ഷഹീദ് എന്നാണ്. പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള രാവാണ് വെള്ളിയാഴ്ച രാവെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രകഥകളിൽ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞ ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. എത്ര തവണ കേട്ടാലും നമുക്ക് കൊതി തീരാത്ത മതിവരാത്തൊരു കഥയാണ് യൂസുഫ് നബിയുടെ ചരിത്രം എന്നുള്ളത്. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത് അഹ്സനുൽ ഖസസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അള്ളാഹിന്റെ റസൂല പ്രവാചകനാകുന്ന യൂസുഫ് നബിയുടെ പിതാവ് യഅ്കൂബ് നബി അലൈഹി സ്വലാം, ആ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ മക്കൾ വന്ന്, വാപ്പ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം, പൊറുക്കലിനെ തേടണം, ഞങ്ങൾക്ക് പാപമോചനം ഒന്ന് വാങ്ങിത്തരണമെന്ന് മക്കൾ വന്ന് വാപ്പയോട് പറയുമ്പോൾ വാപ്പ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ പിന്നീട് ദുആ ചെയ്യാം. അവിടെ മഹാരഥനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്ന യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞാൽ പിന്നീട് അള്ളാഹുവിനോട് ദുആ ചെയ്യാമെന്നാണ്. പിതാവിന് വേണമെങ്കിൽ എപ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കണം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്നതാണ്. എന്നാൽ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മഹാനുഭാവൻ ദുആ ചെയ്തത് വെള്ളിയാഴ്ച രാവിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പിന്നീട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന സംഭവം നമുക്ക് വായിച്ചെടുക്കാം. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് പോലും വെള്ളിയാഴ്ച രാവിൽ മഹത്വമുണ്ടായിരുന്നു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ വെള്ളിയാഴ്ച രാവിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വെള്ളിയാഴ്ച രാവിനെയും സംബന്ധിച്ചിടത്തോളം മറ്റൊരു സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. വെള്ളിയാഴ്ച രാവിൽ സ്വന്തം ഭാര്യയുമായി അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ വലിയ വണ്ണമായ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോചിച്ച് നോക്കിയേ, സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും വളരെ മഹത്തരമായ ഒരു പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം. അത് മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ അവൻ 10 ഇരട്ടി നന്മ ചെയ്തതിൻ്റെ കൂലി അള്ളാഹു രേഖപ്പെടുത്തും എന്നാണ്. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി മുത്തുനബി പറഞ്ഞു, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അതുപോലെ ഇരട്ടി ശിക്ഷ അവന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കിതാബുകൾ നമുക്ക് കാണാം.
അത്രയ്ക്ക് അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച രാവിരവുകളിലൂടെ അനുനിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ശഅബാൻ, ആ ശഅബാനിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ ആ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലും നാളെ വെള്ളിയാഴ്ച പകലിലുമാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റമളാൻ കയ്യെത്തും ദൂരത്തെന്ന് പറഞ്ഞാൽ അത് അധികമായി പോകുമോ എന്ന് തോന്നുന്ന തരത്തിലാണ് റമളാൻ നമ്മുടെ പരിപാടിക്ക് എത്തി നിൽക്കുക. അള്ളാഹു റമളാനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഈ ബാക്കിയുള്ള ശഅബാനിലും ഒരുപാട് സൽപ്രവർത്തനങ്ങളൊക്കെ അള്ളാഹ് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിൽ അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച രാവ് സ്വലാത്തിന് ഏറ്റവും മഹത്വമാണ്. മാത്രമല്ല, മഹാരഥന്മാരാകുന്ന മഹാനായ ഇമാമുന യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് അത് വളരെ നിർണായകമായ രാവാണ്, അത് വളരെ മഹത്തായ രാവാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാനായ ഇമാമുന യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമായ കഅബയ്ക്ക് ചുറ്റും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ വെള്ളിയാഴ്ച രാവിൽ കഅബയ്ക്ക് തവാഫ് ചെയ്യാറുണ്ട്. തവാഫ് കഴിഞ്ഞ് വിവിധ ഇടങ്ങളിലായി അവർ പോയി ഇരിക്കാറുണ്ട്, വിശ്രമിക്കാറുണ്ട് എന്ന് ഇമാമുന യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ മഹാനുഭാവ വിശദീകരിക്കുന്നതായി കാണാം. അതുമാത്രമല്ല, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇമാമുന ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ, ആഴ്ചയിലെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അവൻ ഹയാത്താക്കിക്കൊള്ളട്ടെ എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞതായി കാണാം. അത്രയും മഹത്തരമായ പരിശുദ്ധമായ ശഅബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് സമാഗതമായി. നാളെ വെള്ളിയാഴ്ച പകലാണ്. സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യണം, സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം, ജുമുഅ നമസ്കരിക്കണം, അതുപോലെ ജമാഅത്തായി നിർവഹിക്കണം, നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കണം, നഖം വെട്ടുക, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മരണപ്പെടുമ്പോൾ മുത്തുനബിയുടെ റൂഹിൻ്റെ രൂപം നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, ഇത് പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം കൊണ്ട് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുന്നത് അവന് തന്നെ കാണാൻ കഴിയും എന്ന് മഹാരഥന്മാരാകുന്ന അഹമ്മദ് ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള അതുപോലെ ഷെയ്ഖ് ഹസൻ ഷദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാരഥന്മാർ തൻ്റെ അനുഭവങ്ങളിലൂടെ, മഹാരഥന്മാരുടെ ശേഖന്മാർ വഴി പറഞ്ഞത് അനുഭവങ്ങളിലൂടെ പഠിക്കുന്നുണ്ട്. ആ സ്വലാത്തിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ഒരു തവണ, വെള്ളിയാഴ്ച രാവിൽ ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പോലും ഈ പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ അഹമ്മദ് ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ മഹാനായ ഹസൻ ഷദ്ദാദ് റളിയല്ലാഹു തആല പറയുന്നതായി കാണാം, ആ മനുഷ്യൻ 100 തവണ വെള്ളിയാഴ്ച ഈ സ്വലാത്തൊന്ന് ചൊല്ലിയാൽ പിന്നെ അവൻ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പേടിക്കേണ്ടതില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അത്രയും മഹത്തരമായി മുത്തുനബിയുടെ ആത്മീയ സാന്നിധ്യമുള്ള, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്ന, നമ്മൾ മരിക്കുമ്പോൾ, നമ്മളെ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സ്വലാത്ത് നിങ്ങളൊന്ന് മുറുകെ പിടിക്കിൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ മരണപ്പെടാൻ കിടക്കുമ്പോൾ, വഫാത്തിൻ്റെ സമയത്ത് നമ്മൾ മരണപ്പെടാൻ കിടക്കുമ്പോൾ മുത്തുനബിയുടെ ആത്മീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഖബറിൽ അല്ലാഹുവിൻ്റെ റസൂൽ കരം കൊണ്ട് നമ്മുടെ മയ്യത്ത് ഇറക്കി വെക്കുന്ന അത്രയും അസുലഭമായൊരു ഓഫറാണ് ഈ സ്വലാത്തിനുള്ളത്. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് കേട്ടോളിൻ. ഇന്ന് ഈ പരിശുദ്ധമായ ശഅബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മളിതൊരു 100 സ്വലാത്ത് ചൊല്ലുമെന്ന് നീയത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയും. കേൾക്കുമ്പോൾ വലുതാണെങ്കിലും ചൊല്ലി വരുമ്പോൾ വളരെ നിസ്സാരം, നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് എന്നറിയോ? കേട്ടോളിൻ. ആ സ്വലാത്താണ് ഈ കാണുന്നത്. ആ സ്വലാത്ത് എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അലീമിൽ ജാഹി വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അലീമിൽ ജാഹി വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. സ്വലാത്ത് ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അലീമിൽ ജാഹി വ അലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത്
ഒരു 100 വട്ടം ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലിയാൽ വല്ലദീ നഫ്സി ബിയദിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ മരണസമയത്ത് ആരുണ്ട് പ്രിയമുള്ളവരെ, ആരുണ്ട് നമ്മോടൊപ്പം? നമ്മുടെ മരണസമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ ആത്മീയ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനുമപ്പുറം ആരും കടന്നു വരാത്ത, ഭാര്യയോ മക്കളോ ഭർത്താവോ കൂടപ്പറപ്പുകളോ ഉസ്താദുമാരോ ആരും കടന്നു വരാത്ത, ഒരാത്മീയ മജ്‌ലിസുകളും കടന്നു വരാത്ത, ഒരാളെയും കടത്തിവിടാത്ത പരിശുദ്ധമായ ഖബറുണ്ടല്ലോ, ആ ഖബറിൽ അള്ളാഹിന്റെ റസൂലിന്റെ ആത്മീയ സാന്നിധ്യമാണ്, മുത്തുനബിയുടെ കരമാണ് നിന്റെ മയ്യത്തിലേക്ക് എടുത്ത് ഖബറിലേക്ക് വെക്കുക. ഇതിനുമപ്പുറം എന്താണ് നമുക്ക് വേണ്ടത്? എന്താണ് നമുക്ക് വേണ്ടത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രമാത്രം പവർഫുള്ളായ സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ പരിശുദ്ധമായ ശഅബാനിന്റെ പുണ്യമാക്കപ്പെട്ട 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മളിത് ചൊല്ലണം, അധികരിപ്പിക്കണം, ഇത് നമ്മളെ മുറുകെ പിടിക്കണം. മുത്തുനബി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു ഈമാൻ ഉണ്ടല്ലോ, അതും മതി നമുക്ക് വിജയിക്കാൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ശഅബാൻ നമ്മിലേക്ക് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് സൽപ്രവർത്തനങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പരിശുദ്ധമായ റമളാന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. അമ്മമാരൊക്കെ പരിശുദ്ധമായ ശഅബാനിലേക്ക് നോമ്പെടുക്കുന്നവരാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പരിശുദ്ധമായ ശഅബാനിന്റെ അവസാന പകുതിയിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുമ്പോൾ, റമളാനിലേക്ക് നമ്മൾ നോമ്പെടുക്കുമ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ട് വരുമെങ്കിൽ ഉറപ്പായി നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ നോമ്പെടുക്കൽ ഹറാമാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. ഇങ്ങനെ നല്ല ശക്തമായ ചൂടുള്ള സമയമാണല്ലോ, ഈ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ പരിശുദ്ധമായ ശഅബാനിന് ഇനിയുള്ള ദിനത്ത് അങ്ങനെ നോമ്പെടുത്ത് വെള്ളം കുടിക്കാതെ നോമ്പെടുത്ത് ശാരീരികമായി മൂത്രത്തിന്റെ പ്രശ്നം, മറ്റു പല പ്രശ്നങ്ങൾ, രോഗങ്ങളുണ്ടായി റമളാനിൽ നോമ്പെടുക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ഭയപ്പാടുണ്ടെങ്കിൽ നമ്മൾ ശഅബാനിലെ നോമ്പ് ഉപേക്ഷിക്കണം. അങ്ങനെ പിടിക്കൽ ഹറാമാണ്. സുന്നത്തിന് വേണ്ടി ഫർദിനെ നമ്മൾ കളയരുത്. റമളാന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടി ഉണർത്തി എന്ന് മാത്രം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും പകർത്താനും വലിയ തൗഫീഖ് നസീബാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകളിലൊക്കെ നമ്മളെല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. അല്ലാഹു നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസുലാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് കബൂലാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതുപോലെയുള്ള അറിവുകൾ ഭദ്രം തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.